വിവേക്, സുനിലിന് ഒരു ബാറ്റ് കൊടുടേ. പിള്ളേര് നല്ല ബാറ്റ് വെച്ച് കളി പഠിക്കട്ടെന്ന്. ആ നോക്കട്ടെ, ഇപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യല്ലേ. ചേട്ടന്റെ കൂടെ പോയാ മതി, ഇപ്പൊ കിട്ടും ബാറ്റ്. സമയം കളയണ്ട. സ്നേഹത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും മുള്ളു നിറഞ്ഞതുമാണെന്ന് നീ ഇനിയെങ്കിലും മനസ്സിലാക്കൂ മനുഷ്യ. അമ്മയുടെ മരുന്ന് തീർന്നു, രാത്രിയിലേക്കുള്ള മേടിക്കണം. മരുന്ന് മേടിച്ച് ബാക്കിയുള്ള അമ്മയെ ഏൽപ്പിക്കാൻ മറക്കണ്ട. ആ അവിടെ നിന്നേ. ഈ ഇരിക്കുന്നതൊക്കെ കണ്ടോ? പുസ്തകങ്ങളാ. വല്ലപ്പോഴൊക്കെ എടുത്തിച്ച് വായിച്ചാ അല്പ വിവരം ഉണ്ടാകും. പോയിക്കോ. പാർവതി, പാർവതി എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു. ആദ്യം കണ്ടത് മുതൽ ഒരു കവിത പോലെ, മായാത്ത ചിത്രം പോലെ എൻ്റെ മനസ്സ് നിറയെ പാർവതിയാണ്. പാർവതിക്ക് എന്നോടെങ്ങനെയാ? ഹൃദയം കൊണ്ട് അടുക്കാൻ ഇഷ്ടമാണ്. ആണെങ്കിൽ യെസ് എന്ന് ടിക്ക് ചെയ്യുമോ? നോ നോ, അതെങ്ങനെയാടാ ഈ ഹൃദയം കൊണ്ടെടുക്കുന്നേ? അങ്ങനെ ഒരു എവിടുന്ന് എവൻ ഈ സാഹിത്യമൊക്കെ എവിടുന്ന് പഠിച്ചടേ? ഊട്ടി പഠിച്ച പെണ്ണല്ലേ. ഇനി മലയാളം മനസ്സിലായില്ലെങ്കിലോ? ഞാൻ ഇംഗ്ലീഷിലാ കാച്ചേ. എങ്കിലാ പെണ്ണിന് ഒന്നും മനസ്സിലാകില്ല. നിന്റെ റൊമാൻസ് ഇവിടെ തീരും. നീ എന്തിനാ ഇംഗ്ലീഷിൽ എഴുതിയ? എഴുതിയത് നിനക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് മാഷിന്റെ അടുത്ത് ചോദിക്കാം അർത്ഥം ശരിയാണോന്ന്. അർത്ഥമൊക്കെ ശരിയാ. ഇനിയിപ്പോ മാഷിനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവള് വേറെ വല്ല പുസ്തകവുമാണ് നാളെ എടുക്കുന്നതെങ്കിലോ? പിതാവ് തിരുവായ കൊണ്ട് ഉണർത്തിക്കായിരുന്നാ മതി. ആ കുട്ടി നാളെ ആ പുസ്തകം തന്നെ എടുത്ത് വായിച്ചോളും. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. നാളെ പാർവതി എത്തുന്നു, എഴുത്ത് കാണുന്നു, പിന്നെ റൊമാൻസ്. അത് നാളെ അറിയാം. റൊമാൻസ് ആണോ അതോ വയലൻസ് ആണോ? കല്ലുള്ള കയ്യിൽ നിന്ന് തൊട്ടാൽ റൊമാൻസ്, അല്ലെങ്കിൽ വയലൻസ്. തൊട്ടു നോക്ക്. വേണ്ടടേ ബിജു, ആകെ അങ്ങനെ പരീക്ഷിക്കണ്ട. നാളത്തെ കാര്യം നാളെ.
എന്തായാലും പ്രേമിച്ചേ അടങ്ങുന്നു വാശി തന്നെയാ അല്ലേടാ? ഇനി മാഷ് വിചാരിച്ചാലേ നടക്കൂ. ഓഹോ, അപ്പൊ നിനക്ക് പകരം ഞാൻ പ്രേമിക്കണം അല്ലേ? വിറ്റടിക്കാതെ മാഷെ. ഇതിപ്പം സംഗതി ആകെ കുഴഞ്ഞിരിക്കുക. വിവേകിന്റെ അച്ഛൻ അറിയാതെ മാഷൊന്ന് വഹിച്ചു തരണം. വഹിച്ചു തരണോ? എന്തോന്ന് വഹിച്ചു തരണം? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി മാഷെ. ആ കൊച്ചിന് ഞാനൊരു കുറിപ്പെഴുതി. അത് അച്ഛന്റെ മേശപ്പുറത്തിരിക്കുന്ന ആ പുസ്തകത്തിലുണ്ട്. എന്നാ അതെടുത്ത് നിന്റെ തന്തയുടെ കയ്യിലോട്ട് നേരിട്ടും കൊടുത്തേക്കാം. സൂക്കേട് തരുമല്ലോ. അയ്യോ മാഷെ, എന്നാ പിന്നെ പുസ്തകത്തിന്റെ പേരെന്താന്ന് പറ. ചുവന്ന ബൈൻഡുള്ളൊരു തടിയൻ പുസ്തകമാണ്. പേരില്ലേ? പേര് ചുവന്ന ബൈൻഡുള്ളൊരു തടിയൻ പുസ്തകം. ആ, അവിടെ നിൽക്ക. എന്താ വാദ്യാർ ഈ വഴി? അല്ല, നമ്മുടെ ഈ മാക്ബത്ത് ഒക്കെ എഴുതിയ ഒരു ഷേക്സ്പിയർ ഉണ്ടല്ലോ. ഷേക്സ്പിയർ എന്ന് പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും. അല്ല, അതെ, ഈ ഷേക്സ്പിയറിന്റെ ഹാംലെറ്റും മാക്ബത്തും പിന്നെ ഈ മിഡ്സമ്മർ ഡ്രീംസും ഉണ്ടല്ലോ. മിഡ്സമ്മർ ഡ്രീംസോ? ആ, ഷേക്സ്പിയർ അടുത്ത കാലത്ത് പോലും എഴുതിയായിരിക്കും. അല്ല, ഐ മീൻ മിഡ്സമ്മർ നൈറ്റ് ഡ്രീംസ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാഷർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ വളരെ തിരക്കിലാണ്. അതായത് ഈ ഷേക്സ്പിയറിന്റെ ഷോർട്ട് സ്റ്റോറീസ് എല്ലാം കൂടെ ഒരു കളക്ഷൻ അല്ലേ ഉണ്ടല്ലോ. അതായത് ഈ പുസ്തകത്തിന്റെ വലിപ്പമുള്ള ചോന്ന പുസ്തകം. അത് നിങ്ങൾ പറഞ്ഞ പുസ്തകം അല്ല. ഇത് ഞാൻ നമ്പർ ഇടാൻ കൊണ്ട് വെച്ച പുതിയ പുസ്തകങ്ങളാ. വാദ്യാർ പറഞ്ഞ പുസ്തകം അപ്പുറത്തെ ഷെൽഫിൽ ഇരിപ്പുണ്ട്, നോക്ക്. ഷെൽഫിലുണ്ടല്ലേ? ആ, അല്ല, ഇന്നാളെ ദിവസം നോക്കുമ്പോ ഇല്ലായിരുന്നു, അതുകൊണ്ടാ. ഇത് ലൈബ്രറി എടുത്തോണ്ട് പോകും എല്ലാവരും. അല്ല, അപ്പൊ ആ ചുവന്ന പുസ്തകം അതിന്റെ അല്ല, കുഴപ്പമില്ല, ഷെൽഫിലുണ്ടല്ലോ. ഇനി ഒരു ദിവസം വന്ന് നോക്കി എടുത്തോളാം. ഓ, അത് പറഞ്ഞു. പിടിച്ചോ മാഷേ. ആ, പിന്നെ നീ പറഞ്ഞ പുസ്തകം അവിടെ ഇല്ല. ഇല്ലില്ല. ഓ, ഞങ്ങള് കണ്ടു. എന്താ കണ്ടു? മാഷേ, അവിടെ നിന്ന് ചമ്മി 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 ചമ്മുന്നത്. ചമ്മിയോ? ചമ്മിയെങ്കിലേ കണക്കായി പോയി. എന്താണാ വിചാരിച്ചേ? ഞാൻ നിന്റെയൊക്കെ കളിപ്പിള്ളയാണോ? വൈകുന്നേരം വന്നേരല്ല പഠിക്കാൻ നടക്കും. അങ്ങനെ റഫറിയുടെ അകാരണമായ ഇടപെടൽ മൂലം ആരും ഗോളടിക്കാതെ കളി സമനിലയിൽ പിരിഞ്ഞു. അച്ഛൻ രാവിലെ എത്ര മണിക്കാ ഇവിടെ എത്തുന്നത്? 10 മണിയാവും. ലൈബ്രറി എപ്പോഴാ തുറക്കുക? 9:30. എങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് സാധനം നിന്റെ കൈ കിട്ടും. ഓക്കെ? ഇന്റൻഷൻ എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് എന്താടാ? അതുപോട്ടെ, ഹാർട്സിന്റെ സ്പെല്ലിംഗ് എങ്കിലും നിനക്ക് ശരിക്കും എഴുതി കൂടെ? കേട്ടോ മാധവി, നമ്മുടെ മോൻ ഈയിടെയായിട്ട് പുസ്തകങ്ങളോടൊരു പ്രത്യേക കമ്പം. കൊള്ളാം, ഒന്നാലോചിച്ച നല്ല കാര്യം തന്നെ. അവൻ എന്ത് നല്ലത് ചെയ്താലും നിങ്ങൾക്ക് കുറ്റാണല്ലോ. എടീ, കുറെ നാളായില്ലേ ഞാനവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. വായിക്കാൻ വരുന്നവനെ കണ്ടാ എനിക്കറിയാം. സ്പെല്ലിംഗ് അറിയാൻ വയ്യാത്തതിന് ഇംഗ്ലീഷ് സന്ദേശം എഴുതാൻ നടക്കുന്നു. ഞാനതൊക്കെ കറക്റ്റ് ചെയ്ത പുസ്തകത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഞാനായിട്ടതെടുത്ത് മാറ്റുന്നില്ല. പക്ഷെ നാളെ രാവിലെ നടക്കണ്ടക്കരുത്. മേലിത്തരം കോമാളിത്തരം കാണിക്കാൻ അങ്ങോട്ടെങ്ങാനും വന്നാൽ ഞാൻ പറഞ്ഞേക്കാം. ഞാനിതൊന്നും അറിയുന്നില്ലെന്നായിരിക്കും അവ വിചാരിച്ചിരിക്കുന്നു. ഓ, ഇതൊക്കെ പറയാൻ കണ്ട നേരം. പിന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞായിരിക്കും. Your attention please. This is the second call for 4 into 100 meters relay for men. ഛേ, രഘുവിനെ കാണുന്നില്ലല്ലോ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അവനല്ലേ നിൽക്കണ്ടേ? നിന്റെ അച്ഛനെ അതിനൊക്കെ കാരണക്കാരൻ. ഒന്ന് അടങ്ങടേ. നിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ അങ്ങ് തിരുത്തിയല്ലോ. ഇതിനിടയിൽ അവൾ എഴുതി വെച്ച മറുപടിയും അങ്ങ് വായിച്ചു കാണും. അതും കൂടി അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴീ ടെൻഷന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു. ആ ടെൻഷൻ ഞാൻ അങ്ങ് സഹിച്ചോളാം. അടുത്തത് ഫൈനൽ കോളാ. അവനെ കണ്ടില്ലല്ലോ. This is the final call for 4 into 100 meters relay men. വരുന്നുണ്ട്.
നാളെ 11 മണിക്ക് ബോട്ട് ഹൗസിൽ താം തക തകിട ധീം തക തകിട തോ പൊൻപദമിളകി വെൺതിര കുളിരവേ താം തക തകിട ധീം തക തകിട തോ ചെന്തളിരിളകി മർമരമുതിരവേ ആലോലം